അടിച്ചു മോനെ, അടിച്ചു അടിച്ചു അടിച്ചു. നല്ല ഒരു അടിപൊളി ഒരു 16 സൈസ് ഫൂലാവ് കിട്ടി. അടുത്തും കിട്ടി. വളരെ മനോഹരമായ വ്യത്യസ്തമായൊരു മീനാണ്. അപ്പോൾ അതാ മീൻ അടിച്ചിട്ടുണ്ട്, വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. അതാ വലിച്ചു കയറ്റുകയാണ് വളരെ മനോഹരമായിട്ട്. ഹെവി സ്ട്രൈക്ക്, വളരെ മനോഹരമായിട്ടുള്ള ഹെവി സ്ട്രൈക്കാണ് ഗൈസ്. ചൂണ്ടയുടെ വളയൊക്കെ കേട്ടോ. അത് മീൻ കയറി വന്നിട്ടുണ്ട് ഗൈസ്. വളരെ മനോഹരമായിട്ട് നല്ല സൈസുള്ളൊരു മീനാണ് കിട്ടിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് അടുത്ത സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മീൻ പിടിക്കാൻ എത്തിയപ്പോൾ കുറച്ച് ആൾക്കാർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂണ്ടയ്ക്ക് മീൻ അടിക്കുന്നതിൻ്റെ വ്യത്യസ്തവും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ നമുക്കൊരു അടിപൊളി നല്ലൊരു സൈസുള്ളൊരു വേളാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേളാവിനെ നമ്മൾ മുകളിലോട്ട് എടുത്തു. ഹുക്ക് ഇളക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വേളാവ് നല്ല പെടയിൽ പിടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഹുക്കിൽ നിന്ന് ഇളവി വരുന്നില്ല. അപ്പോൾ ഒച്ചകളെയൊക്കെ വലിച്ച് തുറന്ന് വെച്ച് നമ്മൾ വേളാവിനെ ഹുക്ക് റിലീസ് ചെയ്യാൻ നോക്കുകയാണ്. അത് നല്ല രീതിക്ക് 3 ഹുക്കും അടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വേളാവ് എടുക്കാൻ വളരെ പാട്. ട്രിപ്പിൾ ഹുക്കാണ് ഉപയോഗിക്കുന്നത്. വളരെ മനോഹരമായ ലൂറാണ്. പച്ചയിൽ വെള്ള യെല്ലോ ഷെയ്ഡുള്ള ലൂറാണ്. ഇളവി വരുന്നില്ല. നമ്മൾ നല്ല രീതിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ഇളക്കിയെടുക്കാൻ. കാരണം നല്ല രീതിക്ക് ഹുക്കപ്പ് ആയിട്ടുള്ള മീനായിരുന്നു. നമ്മളോട്ട് നല്ല രീതിക്ക് ഫൈറ്റ് നടത്തി. ഇത്തിരി രാത്രി ആയതുകൊണ്ടാണ് ഫൈറ്റിംഗ് എടുക്കാൻ സാധിക്കാത്തത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ മീനിനെ നമ്മൾ ഹുക്കിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ മീനിൻ്റെ സൈസ് കണ്ടോ. ഏകദേശം 1.5 കിലോയോളം ഭാരം വരുന്നൊരു മീനാണ് നമുക്ക് കിട്ടിയത്. സാമാന്യം അത്യാവശ്യം സൈസുണ്ട്. അപ്പോൾ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ ചാള കൊരുത്തിട്ട് തല കട്ട് ചെയ്തിട്ടാണ് ഈ മീൻ പിടിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് അടുത്ത നല്ലൊരു സൈസുള്ള ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പകലിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ചൂണ്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചൂണ്ടയിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ കാഴ്ചകൾ കൂടെ കാണുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഫിഷിങ്ങിന് വേണ്ടി കടലിലേക്ക് വള്ളങ്ങൾ പോകുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ഈ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. അപ്പോൾ കടലിൽ നിന്ന് മീൻ പിടിച്ച് കൊണ്ട് വള്ളം കയറി വരികയാണ്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് താമരഫർണിയാറും കടലും സന്ധിക്കുന്ന ഇരുമയ്യൻ തുറ അല്ലെങ്കിൽ തേങ്ങാപ്പട്ടണം ഹാർബറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് പുലിമുട്ട് നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ട് പുലിമുട്ടിലേക്ക് വെള്ളം അടിച്ചു കയറി പുലിമുട്ടിലൊക്കെ പായൽ പിടിച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യമനോഹരമായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്, നോക്കാം എന്ത് മീനാണെന്ന്. അത് നല്ലൊരു ഹമൂറാണ്. അപ്പോൾ ഹമൂറിനെ പയ്യെ നമുക്ക് കൈകൊണ്ട് പിടിച്ചാൽ ഹമൂറിൽ കുറച്ചധികം മുള്ളുണ്ട്. അപ്പോൾ മുള്ള് നമ്മുടെ കയ്യിൽ കൊള്ളുന്ന വളരെ ടേസ്റ്റുള്ള മീനാണ്. അവനെ നമ്മൾ കവറിലോട്ടാക്കിയിട്ടുണ്ട്. ഇത് കടലിൽ ഒട്ടിയിരിക്കുന്ന ചിപ്പിയുടെ കഷ്ണങ്ങളാണ്. അപ്പോൾ വളരെ പുലിമുട്ടിൽ ചേർന്നിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പുലിമുട്ടിൽ നിന്ന് തന്നെയാണ് ചൂണ്ടയെറിയുന്നത്. ചൂണ്ടയെറിഞ്ഞുകൊണ്ട് നമ്മൾ ദൃശ്യമനോഹരമായിട്ടുള്ള കാഴ്ചകളും കാണാനാണ്. അപ്പോൾ താമരഫർണി ആറ്റിൽ നിന്ന് ഇറങ്ങുന്നത് ചെറിയ കലങ്ങ വെള്ളമാണ്. അപ്പോൾ മീൻ നല്ല രീതിക്ക് മീനടിക്കേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. നമ്മൾ കുറച്ച് അധികം സമയം ഇറങ്ങിയപ്പോഴത്തേക്കും അധികം മീനുകളൊന്നും അടിക്കുന്നില്ല. ലൈവ് ബൈറ്റിന് മാത്രമാണ് മീൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കടൽ പാമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് കടൽ പാമ്പൊക്കെ കിട്ടി. നമ്മളെല്ലാത്തിനെയും കട്ട് ചെയ്തങ്ങ് വെള്ളത്തിൽ തന്നെ തിരിച്ചു വിട്ടു. അപ്പോൾ നമ്മൾ മീൻ ബൈറ്റ് ഇറങ്ങി വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണാം. എന്ത് ഭംഗിയായിട്ടാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയാം. വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്. കടലിലേക്ക് വള്ളങ്ങൾ ഇറങ്ങിപ്പോകുന്നതിൻ്റെ മനോഹാരിത കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. സായം സന്ധ്യയിലെ അസ്തമയ സൂര്യനും ഇവിടുത്തെ കാഴ്ചകളും എന്ന് പറയുന്നത് എന്നും നയനമനോഹരമായിട്ടുള്ള കാഴ്ചകളും അസ്തമയ സൂര്യനുമാണ് നമുക്കിവിടെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ കടലിലേക്ക് വള്ളങ്ങൾ പോകുന്നതിൻ്റെ വളരെ ഭംഗിയുള്ള കാഴ്ചകൾ നമ്മൾ വയറ്റിറങ്ങി വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ഒരു വള്ളം മെയിനുമായിട്ട് കയറി വരുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. എത്രത്തോളം വള്ളങ്ങൾ പോകുന്നു എന്ന് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും
ലൂറെറിയാം. ഇനി ലൂറെറിഞ്ഞ് വലിച്ചു നോക്കാം. മീൻ എന്തെങ്കിലും അടിക്കുമോ എന്ന് നമ്മൾ സ്ഥലം മാറി ലൂറെറിഞ്ഞ് വലിക്കുകയാണ്. എന്തെങ്കിലും മീനൊക്കെ കിട്ടുമോ എന്ന് നോക്കാം. നമുക്ക് ചെമ്പല്ലി, ഹമൂർ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ടേസ്റ്റ് കൂടിയ മീനുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ലൂറെറിയുന്നത്. ഇപ്പോൾ ഇത് ഇവിടുത്തെ പുലിമുട്ടിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ഒരു കക്ഷി അവിടെ ഇരിക്കുകയാണ്. ജോൺ അങ്ങനെ കാഴ്ചകൾ കണ്ട് രസിച്ചങ്ങനെ കയ്യും പറയിൽ കുത്തി അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഓ, കടലിൻ്റെ മനോഹാരിത കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അപ്പുറത്തൊരു മെഷീൻ കാണുന്നതാണ്. അതിനെ ഡ്രഞ്ചർ എന്നാണ് പറയുന്നത്. കടലിൽ നമുക്ക് ഇവിടുത്തെ താമരഫർണിയാറും കടലുമായിട്ട് സന്ധിക്കുന്ന സ്ഥലത്തുള്ള മണ്ണ് ആഴം കുറയുമ്പോൾ അവിടുത്തെ മണ്ണ് നീക്കാനാണ് ഈ ഡ്രഞ്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരുന്നു. ഇന്നും അതിൻ്റെ വർക്കില്ല. അപ്പോൾ ആ ഡ്രഞ്ചറാണ് കാണുന്നത് മറുകരയിൽ. വള്ളങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടോ. എന്ത് ഭംഗിയാണ് ഇവിടുത്തെ ഈ സ്ഥലം കാണാനെന്ന്. നമ്മുടെ ഫോണിൽ കാണുന്നതിനേക്കാളും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ പ്രദാനം ചെയ്യുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ കടൽപ്പാലത്തിലോട്ട് കടന്നു പോയാൽ തന്നെ അവിടെയും കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരുപാട് നല്ലൊരു ബീച്ച് ഇവിടെ ഉണ്ട്. ഈ ബീച്ചിലെ കാഴ്ചകൾ വളരെ വ്യത്യസ്തവും മനോഹരമാണ്. വളരെ മനോഹരമായിട്ടുള്ള വലിയ ബോട്ടാണ്, ഫിഷിംഗ് ബോട്ടാണ്. നമ്മൾ ഏറ്റവും നല്ലൊരു സൈസുള്ളൊരു ഫിഷിംഗ് ബോട്ടാണ് കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നത്. അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. 2 പേര് കൊമ്പത്ത് നിൽക്കുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, 7 പേരുണ്ടെന്ന് തോന്നുന്നു. വള്ളത്തിൽ 8 കൂടുതൽ കാണും. അപ്പോൾ അവർ കടലിലേക്ക് പോകുന്നതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് കരയിലെ കാഴ്ചകൾ കൂടെ ഒന്ന് കണ്ടുവരാം. കരയിൽ വലിയ ഫിഷിംഗ് ബോട്ടുകൾ അടുക്കിയിട്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് ഇത്രയും വലിയ ഫിഷിംഗ് ബോട്ടുകൾ ഇത്രയും കൂടുതൽ അടുക്കിയിട്ടിരിക്കുന്ന കാണണമെങ്കിൽ നമ്മുടെ തേങ്ങാപ്പട്ടണം ഹാർബറിൽ തന്നെ വരണം. പ്രത്യേകിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ഇരുമയ്യൻ തുറയിൽ. അപ്പോൾ ഇവിടെ വലയൊക്കെ കയറ്റി വെച്ചിരിക്കുന്നത്. എന്തുമാത്രം വലയിരിക്കുന്നുണ്ട്. ഓരോ ബോട്ടിലെ വലയാണ് ടാർപോളിനിട്ട് മൂടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പുലിമുട്ടൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ മനോഹരമായ ദൃശ്യം കാണാം. ഇപ്പോൾ അവിടെ ചൂണ്ടയിട്ട് ഇരിക്കുകയാണ്. ചെറുവള്ളങ്ങൾ ഒതുക്കി കെട്ടിയിരിക്കുന്നതിൻ്റെ കാഴ്ചകൾ. ചാളത്തടിക്ക് പകരം ഉപയോഗിക്കുന്ന ചെറു വള്ളങ്ങളാണിത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന താമരഫർണിയാറാണ്. നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചില്ലേ ഒരു ഡ്രഞ്ചർ. ഇതാണ് ആ ഡ്രഞ്ചറിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ ഡ്രഞ്ചറും കണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ നക്ഷത്ര മത്സ്യമാണ്. നക്ഷത്ര മത്സ്യം ഇതിനെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. വളരെ മനോഹരമായിട്ടുള്ള അഷ്ടദിക്കുള്ള നക്ഷത്ര മത്സ്യമാണ്. എന്തൊക്കെ 5 അങ്ങനെ എന്തൊക്കെ ഒരു പ്രത്യേകത നിറങ്ങിയിരിക്കുന്ന നക്ഷത്ര മത്സ്യം നമുക്കിപ്പോൾ മലയിൽ കിട്ടിയാണ്. നമ്മളതിനെ ഒരു ജോഡിയായിട്ടാണ് കിട്ടിയത്. നമ്മൾ 2നെ എടുത്ത് വെള്ളത്തിൽ തന്നെ തിരിച്ചു വിടുകയാണ്. കാരണം ഇത് അത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ പിന്നെ ശരി.